പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക്. മഴയും കേരളത്തിലെ കർഷകർക്ക് 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000 കോടി രൂപയുടെ നഷ്ടം. സർക്കാർ നിസ്സംഗരായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും വിതരണം ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും വിതരണം ചെയ്തിട്ടില്ല. കർഷകർ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവുകൊണ്ട്, വളത്തിൻ്റെയും കീടനാശിനിയുടെയും വിലവർധനവ് കൊണ്ട്, വന്യജീവികളുടെ ശല്യം കൊണ്ട് എല്ലാം പൊറുതിമുട്ടിയിരിക്കുന്നൊരു കാലത്ത് കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കിയ ആഘാതം കൂടി അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സ്വതവേ തന്നെ പ്രയാസമനുഭവിക്കുന്ന കാർഷിക മേഖല ഈ ഉഷ്ണതരംഗം കൊണ്ട്, വരൾച്ച കൊണ്ട് മുഴുവൻ സാധനങ്ങളും കരിഞ്ഞു പോവുകയും അതിതീവ്ര മഴയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ പാരിസ്ഥിതികമായ ഈ പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാർഷിക നയം രൂപവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമഗ്രമായൊരു നഷ്ടപരിഹാര പാക്കേജ് അവർക്ക് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങളിന്ന് ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് നൽകിയത്. ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താണ് മുമ്പിലുള്ള നടപടിയെന്നോ എന്താണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നതെന്നോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ കർഷകരെ അവരുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ് സർക്കാർ. കേരളത്തിലെ കർഷകർ അവരുടെ കാർഷിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവരോടൊപ്പം ഇല്ല എന്നാണ് മന്ത്രിയുടെ മറുപടിയിലൂടെ ഇന്ന് വ്യക്തമായിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ കൂടി സർക്കാർ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ശ്രീ കുക്കുളി മൊയ്തീൻ MLA നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറായില്ല. എന്നാൽ മന്ത്രി വളരെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കാണണമെന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്.